ഹായ് ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം സീരിയൽ നടൻ റേജൻ ഒരു ലേഡി ജൂനിയർ ആർട്ടിസ്റ്റിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറേ വർഷങ്ങളായിട്ട് അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം ഭീഷണിയൊക്കെ അതിര് കടന്നതുകൊണ്ടാണ് അദ്ദേഹം ആ ചാറ്റുകളൊക്കെ പുറത്ത് വിട്ടിരിക്കുന്നത്. ചാറ്റ് ചെയ്തൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ആ ചാറ്റുകളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പം എന്നെ ഇമ്പ്രസ് ചെയ്തത് റേജൻ അതിനെതിരെ റിയാക്ട് ചെയ്തു എന്നുള്ളതല്ല. റേജൻ്റെ കോ ആർട്ടിസ്റ്റായിട്ടുള്ള മൃദുല വിജയ് കട്ട സപ്പോർട്ടായിട്ട് ഈ ലേഡി ജൂനിയർ ആർട്ടിസ്റ്റിനെതിരായിട്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ്. അത് കാരണം അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് ഗൗരി കിഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഫിലിം ആർട്ടിസ്റ്റിന് തമിഴ് യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ബോഡി ഷേമിങ് ചെയ്യുന്ന സമയത്ത് 50ഓളം വരുന്ന പുരുഷന്മാർ ആ റൂമിലുണ്ടായിരുന്നിട്ടും ഒരാൾ പോലും റിയാക്ട് ചെയ്തില്ല എന്ന് ഈ ഗൗരി പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നായകനടൻ പിന്നീട് എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് അദ്ദേഹത്തിന് പേടിയായിരുന്നു റിയാക്ട് ചെയ്യാനെന്ന്. ഈ രണ്ട് സന്ദർഭങ്ങളും ഈ രണ്ട് ഇൻസിഡൻസും സംഭവങ്ങളും കോർത്തിണക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇത് രണ്ടും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും പുരുഷന്മാരെക്കാട്ടിലും മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്. സ്വന്തം സഹപ്രവർത്തകൻ്റെ തൊഴിലിടത്തൊരു പ്രശ്നം വന്നപ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്യാൻ മൃദുല അപ്പോൾ എന്ത് കോൺസിക്വൻസ് ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനോ അല്ല, അത് നേരിടാൻ അവർ റെഡിയാണ്, അവർ തയ്യാറാണ്. അതുകൊണ്ടാണ് അവരത് റിയാക്ട് ചെയ്തത്. പക്ഷേ അങ്ങനൊരു സപ്പോർട്ട് ഒരു സിനിമാ മേഖലയായിട്ട് പോലും ഗൗരിക്ക് കിട്ടിയില്ല, ഈ ഗൗരി കിഷന് കിട്ടിയില്ല. അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഒരു അവസ്ഥ തന്നെയാണ്. ഇത്രയും പേരുണ്ടായിട്ടും ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാതിരിക്കുന്നൊരവസ്ഥ. പക്ഷേ റേജൻ ഭാഗ്യവാനാണ്. മൃദുലയെ പോലെ വളരെ ശക്തമായിട്ട് തന്നെയാണ് മൃദുല അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരാളും കൂടെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി. അതല്ലെങ്കിൽ റേജൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് ആ ലേഡി ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാനും കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം മൃദുലയും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസ്യത വന്നു. റേജൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നൊരു വിശ്വാസ്യത വന്നു. ഇപ്പം എല്ലാവരെയും പറയുന്നില്ല, നമ്മളിപ്പോൾ KSRTC ബസ്സിലൊക്കെ കാര്യങ്ങൾ കാണുന്നതാണ്. ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം, പെൺകുട്ടിക്കായിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കരിങ്കല്ലിന് കാറ്റ് പിടിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. കരിങ്കല്ലിന് കാറ്റ് പിടിച്ചാൽ എന്താ സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല, അനങ്ങാതെ അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ ഈ പെൺകുട്ടികളെ മറ്റുള്ളവർ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. സ്വന്തം വീട്ടിലോ സ്വന്തം ഭാര്യയ്ക്കോ സ്വന്തം സഹോദരിക്കോ സ്വന്തം അമ്മയ്ക്കോ വന്നാൽ മാത്രമേ പ്രതികരിക്കുള്ളൂ എന്നുള്ളതാണോ മലയാളി മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് ചില സമയങ്ങളിലാണെങ്കിലും തോന്നുന്നു. അല്ലെ അതുവരെ വേണ്ട, ഇതൊന്നും നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോശക്കാരായി പോകും എന്നൊക്കെയുള്ളൊരു മനോഭാവത്തിലാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോൾ 2-3 സന്ദർഭങ്ങളായി അത് കാണുന്നു. എന്തായാലും റേജിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറായ മൃദുല വിജയ്ക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് പറയണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.